ജാമിഉൽ ഫുതൂഹ് ഇന്ത്യൻ ഗ്രാൻഡ് മസ്ജിദ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസ്ഹരി ഈ സദസ്സിനെ അഭിസംബോധന ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സാമൂതിരിയുടെ നാട് എന്നാണ് കോഴിക്കോട് അറിയപ്പെടുന്നത്. കാലിക്കറ്റ് എന്ന ഇംഗ്ലീഷുകാരൻ കോഴിക്കോടിന് എഴുതാനുള്ള കാരണം അറബി ഭാഷയുടെ ഈ നാട്ടിലെ വ്യാപനമായിരുന്നു. അറബികൾക്ക് കോഴിക്കോടെന്ന് വായിക്കാൻ കഴിയില്ല. അവർ കാലിക്കൂത്ത് എന്നാണ് കോഴിക്കോടെന്ന് എഴുതിയാൽ വായിക്കുക. ആ കാലിക്കൂത്തിനെ ഇംഗ്ലീഷിൽ എഴുതിയപ്പോഴാണ് കാലിക്കൂട്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ എഴുതിയത്. സാമൂതിരിയെ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഏതു രൂപത്തിലാണോ കണ്ടിരുന്നത്, ആ ഒരു സൗഹാർദ്ദം തന്നെയാണ് ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. കോഴിക്കോട്ടെ ഖാദിമാരുടെ ചരിത്രം വളരെ പ്രശസ്തമാണ്. ആ മഹത്തായ ഒരു സ്ഥാനത്തേക്കാണ് വന്നിരായ സയ്യിദ് മുഹമ്മദ് കോയ ജമലുല്ലൈലി തങ്ങളവർകൾ ഇന്ന് അവരോധിതനാകുന്നത്. ലോകപ്രശസ്ത സാഹിത്യകാരനും എഴുത്തുകാരനും ആത്മീയ ഗുരുവുമായിരുന്ന ഖാദി മുഹമ്മദ് അവർകൾ അമേരിക്കയിലും ഫിജിയിലും ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെയുള്ള മൈഗ്രന്റ് മലയാളീസ്, അവർക്കൊന്നും മലയാളം ഒരക്ഷരം പോലും അറിയില്ലെങ്കിലും ഖാദി മുഹമ്മദ് അവർകൾ രചിച്ച മൊഹീദ്ദീൻ മാല അവർക്ക് കാണാതെ അറിയാം. അവരുടെ പ്രശസ്തമായ അറബി ഗ്രന്ഥമാണ് ഫതുഹുൽ മുബീൻ. നേരത്തെ ഇവിടെ പരാമർശിച്ചു. അതിൽ പറയുന്ന 2 വരികൾ മാത്രം ഈ സദസ്സിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ ഒരു കാര്യം എന്ന നിലയ്ക്ക് ഞാനിവിടെ ഓർക്കുകയാണ്. വയഅലമുൽ ഹിമ്മത ലിസ്സുൽത്താനി അസ്സാമിരി അൽ മഷ്ഹൂരി ഫിൽ ബുൽദാനി. അസ്സാമിരി മീൻ സാമൂതിരി. സ്വാഹിബി കാലിക്കൂത്ത് അൽ മഷ്ഹൂരി ലാ സാല മിൻ ഫദ്ലിൽ ഗിനാ അൽ മഅമൂരി വഹുവ മുഹിബ്ബു ദീനിന അൽ ഇസ്ലാമി. സാമൂതിരി രാജാവിൻ്റെ പോരിഷ പറയുകയാണ്. അറബിയിൽ ഒരു ഗ്രന്ഥം എന്തിനാണ് ഖാദി അവർകൾ രചിച്ചത്? മലയാളികൾക്ക് വേണ്ടിയല്ല. അറബ് ലോകം മുഴുവനും കോഴിക്കോടിൻ്റെ കഥ അറിയാൻ വേണ്ടിയാണ്. ആ ഗ്രന്ഥത്തിൽ അവർ പറയുന്നത് വഹുവ മുഹിബ്ബു ദീനിനൽ ഇസ്ലാമി. സാമൂതിരി നമ്മുടെ ദീനുൽ ഇസ്ലാമിനെ വളരെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളെയും. ബൈനദൽ അനാമി നാസിറുദ്ദീനിന, ഈ മതത്തിനു വേണ്ടി ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്യുന്ന വ്യക്തിയുമാണ്. മുജിരി ഷറഇന, മുസ്ലിങ്ങൾക്കിടയിൽ ഷറഇന്റെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ആളും ആണ്. ഇപ്പൊ ഭരണാധികാരികൾ മറ്റു മതക്കാരായാലും പൊതുഭരണമായാലും ഒക്കെ ഓരോ മതക്കാർക്കും അവരുടെ മതത്തിൻ്റെതായ രീതികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അതിൽപ്പെട്ടതാണ് ഖാദിയെ നിയമിക്കുക എന്നതും. ഹത്ത ബിഖുതുബത്തിൻ അലാ സുൽത്താനിന വൽ മുസ്ലിമൂന കുല്ലുഹും റഅയ്യ വഇൻ യകുൻ ഫീ അയ്യി അർദിൻ ബൽദ എന്ന് പറഞ്ഞിട്ട് വിശാലമായ ആ കവിതയാണത്. അപ്പൊ എന്താണ് ഈ ഒരു ഖാദി സ്ഥാനം എന്ന് പറയുന്നത്? ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്തുള്ള ഒരു വിധികർത്താവ് എന്ന് പറയുന്ന ഖാദിയല്ല, മറിച്ച് മുസ്ലിംകൾ അഖല്ലിയത്തായൊരു നാട്ടിൽ പോലും അവരുടെ ആവശ്യങ്ങൾ പലതും നിറവേറ്റാൻ ഒരു ഖാദി ആവശ്യമാണ്. അപ്പോൾ ആ ഖാദിയെ ഗവൺമെന്റ് നിശ്ചയിക്കും, അല്ലെങ്കിൽ നാട്ടിലുള്ള ഹല്ലുൽ അഖ്ദി, അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ് എന്ന് പറയും. നാട്ടുകാരണവന്മാരെന്നാണ് മലയാളത്തിൽ പ്രയോഗിക്കുക. ആ നാട്ടിലെ മുസ്ലിംകൾക്കിടയിൽ അധികാരമുള്ള കമ്മിറ്റിക്കാർ എന്നൊരർത്ഥം. അവർ നിശ്ചയിക്കും ഖാദിയെ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ പിരിച്ചുവിടാൻ കമ്മിറ്റിക്ക് അധികാരവും ഇല്ല. ഖാദിയാണ് പിന്നെ അധികാരം കൂടുതലുള്ള ആൾ. ആ ഖാദി നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നോമ്പിന്റെ മാസം ഉറപ്പിക്കുക, പെരുന്നാളിന്റെ മാസം ഉറപ്പിക്കുക. സൂമൂ ലിറുയതിഹി വഅഫ്തിറൂ ലിറുയതിഹി വഇൻ ഗുമ്മ അലൈക്കും ഫഅക്മിലൂ ഇദ്ദത ശഅബാന 30. നോമ്പ് മാസം കണ്ടാൽ മാത്രം നോമ്പനുഷ്ഠിക്കുക, മാസം കണ്ടാൽ മാത്രം പെരുന്നാൾ ആഘോഷിക്കുക, അല്ലെങ്കിൽ 30 ദിവസം പൂർത്തിയാക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഉറപ്പിക്കുന്നത് ഖാദിയാണ്. ഖാദി ഉറപ്പിച്ചാൽ പിന്നെ അന്ന മാസം കാണുമോ ഇല്ലയോ എന്നൊന്നും നോക്കേണ്ടതില്ല. ഖാദിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അത് ഉറപ്പിച്ചാൽ നമുക്കെല്ലാം പെരുന്നാളാകും.
അതുപോലെ ഖാദി നിക്കാഹിന് കാർമ്മികത്വം കൊടുക്കുന്ന ഒരാളല്ല ഖാദി. നിക്കാഹിന് ആർക്കും കാർമ്മികത്വം കൊടുക്കാം. പക്ഷെ ആ നിക്കാഹിനെ കുറിച്ച് വിവരമുള്ള ഒരാൾ ആ കാര്യം ശരിയാകുന്നു എന്ന് ഉറപ്പുവരുത്താനും ഒരു തബറുക്കിനും വേണ്ടിയാണ് അതിന് മഹത്തുക്കളായ ആളുകൾ നേതൃത്വം കൊടുക്കുന്നത്. ഖാദിമാരത് നിർവഹിക്കും. അതുപോലെ ഖാദി നിശ്ചയിക്കുന്ന ആളുകളും അല്ലാത്ത നുവ്വാബുകളും ഒക്കെ അത് നിശ്ചയിക്കും. അതേസമയത്ത് ഖാദി തന്നെ നടത്തിക്കൊടുക്കേണ്ട നിക്കാഹ് വലിയില്ലാതെ വന്നാൽ, അല്ലെങ്കിൽ വലിയ മഫ്കൂദായി പോയാൽ, ഒരു പെൺകുട്ടിയുടെ രക്ഷിതാവ്, ഇസ്ലാമിൽ പറഞ്ഞിട്ടുള്ള പിതാവും പിതാമഹൻ പോലുള്ള രക്ഷിതാവ് ഇല്ലാത്തൊരു ഘട്ടത്തിലും, ഇനി രക്ഷിതാവ് അപ്രത്യക്ഷനായാലും, അങ്ങനത്തെ പല ഘട്ടങ്ങളിലും ഖാദി പ്രത്യേകമായ റോൾ വഹിക്കേണ്ടതാണ്. അവിടെ ഖാദി ഉണ്ടാകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, സമൂഹത്തിന്റെ സാമുദായിക അന്തരീക്ഷം, സൗഹാർദ്ദ അന്തരീക്ഷം നിലനിർത്തുക, ജനങ്ങളെ മസ്ലഹത്തിൽ നിലനിർത്തുക, വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉള്ള വലിയ ഒരു കാര്യം ആണ് ഖാദി എന്ന് പറയുന്നത്. മൻ ജുഇല ഖാദിയൻ ഫഖദ് ദുബിഹ ബിഗൈരി സിക്കീൻ എന്നാണ് അബൂദാവൂദ് നിവേദനം ചെയ്ത ഹദീസിൽ പറയുന്നത്. ഒരാളെ ഖാദിയാക്കി നിശ്ചയിച്ചാൽ കത്തിയില്ലാതെ അറുത്തു എന്നാണ്. അത്രയും വലിയ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ഖാദിയുടെ തലയിൽ ഉള്ളത്. അമിത സന്തോഷമുള്ള സമയത്ത് ഖാദി വിധി പറയരുതെന്നാണ്. വലിയ ദുഃഖമുള്ള സമയത്തും വേദനയുള്ള സമയത്തും ഖാദി വിധി പറയരുത്. നല്ല വിശപ്പുള്ള സമയത്ത് വിധി പറയരുത്. കാരണം എന്തെങ്കിലും സ്വാധീനം ഈ വിധിയിൽ വരാൻ പാടില്ല എന്നതാണ്. അപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള എക്സ്റ്റേണൽ പ്രഷേഴ്സ് വരാതെ വളരെ കൃത്യമായി നീതിപൂർവം വിധി പറയുക എന്ന് പറയുന്ന വളരെ ഒരു സങ്കീർണമായ ഒരു സ്ഥാനമാണ് ഖാദിസ്ഥാനം എന്ന് പറയുന്നത്. അതാകണമെങ്കിൽ ഒരു ഫഖീഹായിരിക്കണം, മതപരമായ നല്ല അറിവുണ്ടായിരിക്കണം. നമ്മുടെ കാലഘട്ടത്തിൽ ലഭ്യമാകുന്ന നിലക്കുള്ള പണ്ഡിതന്മാരിൽ ഏറ്റവും നല്ല ഒരു പണ്ഡിതൻ ബഹുമാനപ്പെട്ട സയ്യിദ് ജമലുൽ ലൈലി തങ്ങളവറുകൾ. ആ നിലക്ക് ദർസ് നടത്തി പരിചയം ഉള്ള, ഫത്വ കൊടുത്ത് പരിചയം ഉള്ള, ദീനിയായ കാര്യങ്ങളിൽ വിധി പറയാൻ കഴിവുള്ള ഒരു പണ്ഡിതനാണ് എന്നത് ഖാദിസ്ഥാനത്തിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതോടൊപ്പം സയ്യിദ് കൂടി ആയാൽ നല്ലതാണ്. ഖാദിയാകാൻ സയ്യിദാവൽ നിർബന്ധമില്ല, പക്ഷെ സയ്യിദ് കൂടി ആയാൽ അതൊരു പ്ലസ് പോയിന്റ് ആണ്. ബഹുമാനപ്പെട്ടവർ ജമലുൽ ലൈലി സാദാത്ത് എന്ന് പറയുന്ന യമനിലെ തെരീമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ ഫഖീഹുൽ മുഖദ്ദം, നമ്മൾ ഹദ്ദാദ് റാത്തീബ് ഓതുമ്പോൾ ഫാത്തിഹ ഓതുന്ന ഫഖീഹുൽ മുഖദ്ദം അവരുടെ ആ പരമ്പരയിൽ നിന്ന് ജമലുൽ ലൈലി ഖബീല എന്ന് പറയുന്ന മഹത്തായ ഖബീലയുടെ അതിൽ കേരളത്തിലേക്ക് വന്ന വലിയ അറിയപ്പെട്ട സാദാത്ത് കുടുംബമാണ് ജമലുൽ ലൈലി കുടുംബം. ആ കുടുംബത്തിൽപ്പെട്ട മഹാൻ കൂടിയാണ് ഇന്നത്തെ ഇവിടെ ഖാദിയാകുന്നത് എന്നതിൽ നമുക്ക് വളരെയേറെ സന്തോഷം ഉണ്ട്. ആക്ടിംഗ് ഖാദിയായി ഇപ്പോൾ പ്രവർത്തിക്കുന്ന സഫീർ സഖാഫി, അദ്ദേഹം ഈ നാട്ടുകാരനാണ്. ഈ ജുമാ മസ്ജിദ് എന്ന് പറയുന്നത് കോഴിക്കോട്ടെ ഒരു യൂണിവേഴ്സിറ്റി ആയിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. ആർ.കെ. രമേശ് എഴുതിയ അദ്ദേഹത്തിന്റെ ഒരു നോട്ടിൽ ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ഈ കുറ്റിച്ചിറ ചുറ്റും, ഈ കുളത്തിന് ചുറ്റും വൈകുന്നേരം കോഫി കഴിക്കാൻ വേണ്ടിയിരുന്നത് 32 രാഷ്ട്രങ്ങളിലെ ആളുകളായിരുന്നു എന്നാണ്. അത്രയും വലിയൊരു വാണിജ്യ കേന്ദ്രമായിരുന്നു. അതാണ് ഇവിടെ മിസ്കാൽ മസ്ജിദും ജുമാ മസ്ജിദും മുച്ചന്തി മസ്ജിദും തുടങ്ങി ധാരാളം മസ്ജിദുകൾ, ചർച്ചും ടെമ്പിളും ബഹായി, യഹൂദി, പലതരത്തിലുള്ള, അതുപോലെ മുസ്ലിം ഈ ബോറ കമ്മ്യൂണിറ്റിയുടെ നേതാക്കന്മാരിവിടെ ഇരിപ്പുണ്ട്, അവരുടെ ആരാധനാലയം, അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു സൗഹാർദ്ദത്തിന്റെ വലിയൊരു കേന്ദ്രം, വലിയ വാണിജ്യ കേന്ദ്രം കൂടിയായിരുന്നു. സാമൂതിരിയുടെ ഒരു ബിസിനസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം മുക്കുവന്മാരുടെ ഓരോ വീട്ടിലും ഒരു മുസ്ലിം ഉണ്ടാകണം എന്ന് പറഞ്ഞത്. അതെന്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ, അവർ മുസ്ലിം ആകുമ്പോഴേ പൊതുവെ അറബി ഭാഷ പഠിക്കുകയുള്ളൂ. അറബി ഭാഷ ഉണ്ടാകുമ്പോഴേ വാണിജ്യ ഭാഷയായ, അന്നത്തെ വാണിജ്യ ഭാഷയായ അറബി കൂടുതൽ ജനങ്ങളിൽ ഉണ്ടാകുമ്പോൾ അറബികളാണ് ഈ നാട്ടിലേക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് അവരെ സ്വീകരിക്കാൻ പറ്റിയ ആളുകൾ ഓരോ വീട്ടിലും ഉണ്ടാകണം. അതാണ് മുക്കുവന്മാരെ പുതു ഇസ്ലാം, പൂസ്ലാൻ എന്നുള്ള ഒരു പ്രയോഗത്തിൽ പിൽക്കാലത്ത് പ്രയോഗിച്ചു വന്നത്. അങ്ങനെയുള്ള അറബി കച്ചവടക്കാരുടെ വരവ് കണ്ടിട്ടാണ് ഈ ഒരു നാഹുദ മിസ്കാൽ എന്ന് പറയുന്ന ഒരു അറബി കച്ചവടക്കാരൻ ഇന്ന്
8 നൂറ്റാണ്ടുകൾക്ക് ശേഷവും അതിമനോഹരമായ സഞ്ചാരികളുടെ പറുദീസയായി നിലകൊള്ളുന്ന ഈ മസ്ജിദ് ഇവിടെ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ആ വാണിജ്യ സംഘം ഇവിടെ വരികയും നല്ല സൗഹാർദ്ദത്തിൽ കഴിയുകയും ചെയ്തു. വാസ്കോ ഡ ഗാമ വന്ന് മഞ്ഞക്കണ്ണുമായി വലിയങ്ങാടിയിലൂടെ നടന്നപ്പോൾ നീളക്കുപ്പായമിട്ട് നടക്കുന്ന അറബികൾ കുതിരവണ്ടിയിൽ ഓടുന്നതാണ് കാണുന്നത്. അദ്ദേഹം മനസ്സിലാക്കുന്നത് ഇവിടെ നിന്ന് അറബികൾ സുഗന്ധവ്യഞ്ജനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്ന് യൂറോപ്പിലേക്ക് വിൽക്കുകയാണ്. സാമൂതിരിയുമായി ഒരു ഡയറക്റ്റ് കോൺട്രാക്ട് ഉണ്ടാക്കാം, എങ്കിൽ ഈ മിഡിൽ മാൻ ഒഴിവാക്കാം എന്നാണ്. സാമൂതിരി മുസ്ലിങ്ങളുമായി വളരെ നേരത്തെ ആ ഖാദി മുഹമ്മദ് അവർകൾ പറഞ്ഞ പോലെയുള്ള സൗഹാർദ്ദമുള്ള വ്യക്തിയാ, ആ സ്വഭാവമുള്ള വ്യക്തിയാ. സാമൂതിരി പറഞ്ഞു, ഇത് മൊണോപ്പോളി ഇറ്റ്സ് നോട്ട് പോസിബിൾ, അതിവിടെ സാധ്യമല്ല. എന്തെങ്കിലും 2 തുട്ടിന് വേണ്ടി, ഒരൽപ്പം നാണയ വർധനവിന് വേണ്ടി എൻ്റെ ദീർഘകാല ഒരു ബന്ധത്തെ ഒരിക്കലും ഞാൻ മുറിക്കുകയില്ല, എത്ര പൈസ കൂടുതൽ തന്നാലും. അങ്ങനെയാണ് പിന്നെ ഗാമ കൊച്ചിയിലേക്ക് പോകുന്നതും അവിടെ ഉടമ്പടി ഉണ്ടാക്കുന്നതും കോഴിക്കോടിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നതും. കോഴിക്കോട്ടെ സാമൂതിരിയുടെ പ്രധാന പടയാളികൾ അവർ കടത്തനാട് ഗുരുക്കന്മാരാണ്, നായർ പടയാളികളാണ്. നായർ പടയാളികൾക്ക് കടലിറങ്ങി യുദ്ധം ചെയ്യാൻ പാടില്ല എന്നവർക്ക് വിശ്വാസമുള്ളത് കൊണ്ട് അതിനെ എങ്ങനെ നേരിടും? അതാണ് മഹാനായ ഷെയ്ഖ് ജിഫ്രി തങ്ങളും പൊന്നാനിയിലെ മഹാനായ മഖ്ദൂം തങ്ങളും പോലുള്ള മഹാപണ്ഡിതന്മാരും സയ്യിദന്മാരുമായൊക്കെ ആയുള്ള സാമൂതിരിയുടെ ആ ബന്ധം. അദ്ദേഹത്തിന്റെ ആവശ്യപ്രകാരം മഖ്ദൂം കുഞ്ഞാലിമാരുടെ നേതൃത്വത്തിൽ മുസ്ലിം പടക്കെ അയച്ചു കൊടുത്തു. അവർ കത്തെഴുതിയിട്ട് ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ നേവിയെ വരുത്തി. അങ്ങനെയാണ് കോഴിക്കോടിനെ സംരക്ഷിച്ചത്. അല്ലെങ്കിൽ കോഴിക്കോട് ഒരു ഗോവയായി മാറുമായിരുന്നു. അപ്പൊ ഈ കോഴിക്കോട് ഹൈന്ദവ മുസ്ലിം സാഹോദര്യം നിലനിർത്തി ഇവിടെ വന്ന ക്രിസ്ത്യാനികളെയും മറ്റേതു മതക്കാരെയും സ്വീകരിക്കുന്ന നല്ലൊരു കേന്ദ്രമായി ഇന്നും നിലകൊള്ളുന്നതും വാണിജ്യത്തിന്റെ നല്ലൊരു ഈറ്റില്ലമായി നമ്മുടെ നാട് നിലനിൽക്കുന്നതും എല്ലാം അന്ന് സാമൂതിരി എടുത്ത ആ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോ മുസ്ലിം സമൂഹം ഒരു ഖാദിക്ക് കൊടുക്കുന്ന ആദരവ്, അവർ പറയുന്ന വിധികൾ അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്ന് പറയുന്ന ആ ഒരു പൊസിഷന് നമ്മുടെ നാടുകളിൽ പാരമ്പര്യമായി നിലനിർത്തിപ്പോരുന്ന ആ ഒരു കാര്യമാണ് മഹാനായ സയ്യിദ് അവർക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അറബികളും യൂറോപ്യരും റഷ്യക്കാരും ചൈനക്കാരും എല്ലാവരും കോഴിക്കോട്ട് വരുമ്പോൾ കാണാൻ വരുന്ന ഈ 5 നില കെട്ടിടം വെറും കല്ലും മണ്ണും മരവും മാത്രം ഉപയോഗിച്ചുണ്ടാക്കിയ ഈ ഒരു കെട്ടിടം അതിമനോഹരമായി മാഷാ അല്ലാഹ് നമ്മുടെ കമ്മിറ്റി വളരെ ഭംഗിയായി സൂക്ഷിക്കുന്നുണ്ട്. ഹാഷിം സാഹിബിനെ പോലുള്ള ആളുകൾ, വിശ്വപൗരന്മാർ, ലോകത്തെല്ലാം ബന്ധമുള്ള ബിസിനസ്സുകാർ നേതൃത്വത്തിലുണ്ടാകുമ്പോൾ തങ്ങളെപ്പോലുള്ള ഒരു വ്യക്തി കൂടെ ഇതിൽ ചേർന്നാൽ തീർച്ചയായും ഇത് ഇനിയും മനോഹരമായി മാറ്റാൻ കഴിയും. നമുക്ക് സെൻട്രൽ ഗവൺമെന്റിന്റെ ടൂറിസം ഫണ്ടിൽ നിന്ന് ഒരിക്കൽ ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. ദുബായിലെ ജുമാൽ മാജിദിന്റെ ഒരു ഫണ്ട് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ പരമാവധി നന്നാക്കി ഇനി മുകളിലും എല്ലാ സ്ഥലത്തും എപ്പോഴും വൃത്തിയായി നിൽക്കണമെങ്കിൽ നല്ല ജോലിക്കാര് കൂടുതൽ വേണം, അതിന് വരുമാനം കൂടുതൽ വേണം, അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അതിനൊന്നും പ്രയാസമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. തീർച്ചയായും ലോകത്തിന്റെ നെറുകയിൽ തല ഉയർത്തി നിൽക്കുന്ന ഒരു വലിയ ഒരു ടൂറിസ്റ്റ് കേന്ദ്രവും ഒരു ആരാധനാലയവും മുസ്ലിം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ദീനുൽ ഇസ്ലാമിന്റെ മഹത്തായ ഒരു ചൈതന്യവും ഉയർത്തി പിടിക്കുന്ന ഈ ഒരു കേന്ദ്രത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ഖാദിയാകുന്നതിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും അർപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ ചടങ്ങ്